Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച ഐസ്ക്രീം ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഹോം മെയ്ഡ് ആയിട്ട് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐസ്ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഐസ്ക്രീം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ മൂന്ന് തരത്തിലാണ് നമ്മൾ ഐസ്ക്രീം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി അതോടെ മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സെന്ററിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും മുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതിന് മുകളിലൊന്ന് വെച്ച് ഇതുപോലെ ഒരു മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ വെച്ചിട്ട് അതൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ അതിൻ്റെ സൈഡൊക്കെ സീലായി കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ മൂടി എടുത്തുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് പ്രസ്സായി പോയിട്ട് അതിൻ്റെ അടിഭാഗം ചെറുതായി പൊട്ടിപ്പോയി. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ ഒന്നിട്ടിട്ട് ഒന്ന് മുഴുവനായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് ക്ലോസ് ആയി കിട്ടും. അതിനുശേഷം മുട്ടയുടെ മിക്സിയിലൊന്ന് റോൾ ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പൊരിച്ചെടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് രണ്ട് സൈഡും മൊരിയിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വഴി ഐസ്ക്രീം പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒത്തിരി നേരമൊന്നും വെച്ചിരിക്കരുത്. ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ ഐസ്ക്രീം ഭയങ്കരമായിട്ട് മെൽറ്റായി പോവും. അപ്പോൾ നമ്മുടെ പൊരിച്ച ഐസ്ക്രീം റെഡിയായി. ഇനി മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡൊന്നും വേണ്ട. നേരെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതിലിട്ടാലും മതി കേട്ടോ. എന്നിട്ട് റോൾ ചെയ്തതിന് ശേഷം മുട്ടയുടെ മിക്സിയിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കുക. വീണ്ടും ബ്രെഡ് ക്രംസിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊരിച്ച ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ട് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ജസ്റ്റ് ഒന്ന് മുക്കി കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലത്തെ ആ വെള്ളമോ പാലാണെങ്കിൽ അതൊന്ന് കളഞ്ഞതിന് ശേഷം ആ ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിതിങ്ങനെ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ബ്രെഡിൻ്റെ 4 ഭാഗം ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ബോൾ പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ബ്രെഡ് ക്രംസ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കുക. വീണ്ടും ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് റോൾ ചെയ്തെടുക്കണം. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ വെള്ളമോ അല്ലെങ്കിൽ പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ബ്രെഡിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. ആദ്യത്തെ 2 മെത്തേഡിൽ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.